സോ ഹലോ ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ ബേസ് കാണിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ എപ്പിസോഡിൻ്റെ ഇന്നത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു അയൺ ടൂൾസും ആർമറും ആവണം. അതിന് നമുക്ക് ഗ്രൈൻഡിങ് ചെയ്യാനും പോകണം. പിന്നെ നമുക്ക് നമ്മളെ ബേസ് ബാക്കി കാണിച്ചു തരാം. എക്സ്പ്ലോറിങ് ദി ബേസ് എന്ന് കൂടിയുള്ള ഗോൾബാടി ഉണ്ട്. പിന്നെ നമ്മൾ ഷെയ്ഡർ ഇട്ടുകൊണ്ട് വലിയതൊന്നുമില്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇതാണ് നമ്മളെ ബേസിൽ ഇറങ്ങി വരാനുള്ള സ്റ്റെപ്സ്. നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഞാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു തരുന്നു. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ അടിപൊളി ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്മെൽറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ മറ്റേ സംഭവം ചിമ്മിനി, മേലൊക്കെ പുക പോണ സംഭവം. പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഫിഷിങ് സ്പോട്ടും ഉണ്ട്. നമുക്ക് ഫുഡും വേണ്ട, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മേലെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് മേലെ പോകാം. അതായത് ഞാൻ ഇവിടെ ഉദ്ദേശിക്കണത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടേക്കായിട്ട് നമുക്കൊരു എന്താ പറയാ ഞാൻ പറഞ്ഞുതരാം. ഒരു മതിൽ മാതിരി ഇങ്ങനെ കിട്ടുക. അതിനുള്ളിൽ ഓരോ ഫാംസ്, അതായത് കൗ ക്രഷർ, ഷീപ്പ് ക്രഷർ, അങ്ങനെ ഫുഡ് ഒരു സെറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ സെറ്റാക്കണം എന്നാൽ കരുതിന്. അതൊക്കെ നമുക്ക് ഭവ്യ പ്ലാൻസ് ആണ്. അപ്പം ഇനി നമുക്ക് എന്താ പറയാ, ഒരു കേവ് എന്തെങ്കിലും കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഇറങ്ങാൻ പറ്റുക. ഒരു തുള്ളി ടോർച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പോയിട്ട്. അപ്പോൾ സ്റ്റോറേജ് സിസ്റ്റം എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? അതുപാടി ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെയാണ് നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം വരിക. എവിടെ ഇപ്പോൾ സ്റ്റോറേജ് സിസ്റ്റം? അതാ ഇതെന്ന് പറയാച്ചാൽ കല്ല് വെട്ടി, ഇതെന്ന് പറയാച്ചാൽ ചവറ് വെട്ടി, ഇതെന്ന് പറയാച്ചാൽ ലൈറ്റ് വെട്ടി, ഇതെന്ന് പറയാച്ചാൽ ടൂൾസ് വെട്ടി, ഇതെന്ന് പറയാച്ചാൽ ഒന്നും ആയിട്ടില്ല. ഇതെന്താ? അത് വുഡ് വെട്ടി. പിന്നെ ഈ സൈഡിലേക്ക് ഒന്നും ആയിട്ടില്ല. അതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ, അതായത് ഇതും ചവറ്, ഇത് എന്തായാലും ഇത് സ്റ്റോണ്, ഇത് സ്റ്റോണ്, അങ്ങനെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ ഐഡിയാസ് ഒന്നും. ഇനി കുറച്ച് കോൾ എടുത്തിട്ട് എന്താ പറയാ, കോൾ എടുത്തിട്ട് കുറച്ച് ടോർച്ചാക്കാം. എന്നിട്ട് നമുക്ക് വില കേവ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് മൈനിങ്ങിന് ഇറങ്ങാം. അയ്യോ, ഇത് കുറച്ച് കുറഞ്ഞു, അതിരുന്നോട്ടെ. പിന്നെ നമുക്ക് സ്റ്റിക്കും ആണല്ലോ. സ്റ്റിക്ക് ഇപ്പം ഇതിരുന്നോട്ടെ. ഇതും കൂടി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. 14 കോള്, 60 ഇതായി. ഒന്നുകൂടി എൻ്റെ ഒരു സ്റ്റാക്ക് ആയിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താട്ടെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ. നമ്മളൊക്കെ ഇല്ലായൊന്നുമില്ല, എന്നാലും ഉപയോഗിക്കണില്ല. ഇനി നമുക്ക് വല്ല കേവും നൈറ്റ് ആയി ഒന്ന് വേഗം നമുക്ക് പോയിട്ടൊന്ന് ഉറങ്ങാം. അല്ലെങ്കിൽ ഇപ്പൊ സൂമ്പിന്റെ ഒക്കെ പടക്കോ എന്ന് പറഞ്ഞിട്ട് കിട്ടും. എങ്ങനെ പോയാലും ഈ സംഭവത്തിന്റെ ജീവിതത്തിൽ ഫെമിലിയർ ഉണ്ട്. എനിക്ക് കട്ടുമടക്കാൻ വലിയ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ താഴത്ത് കിടക്കും. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ താഴത്ത് കിടക്കണേ. താഴത്ത് കിടക്കാൻ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ മോനെ. നമുക്ക് കിടക്കാൻ പറ്റുമോ നോക്കാം. യെസ്. പിന്നെ ഗൈസ്, നിങ്ങളെ അഭിപ്രായം എന്താ? നമുക്കൊരു മൾട്ടിപ്ലെയർ സീരീസ് തുടങ്ങണോ തുടങ്ങട്ടെ? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇനി നമുക്ക് വല്ല കേവും ഇവിടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ സീൻ കട്ട് ചെയ്തുകൊണ്ട് നോക്കട്ടെ. ഇവിടെ അടുത്തൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാ തോന്നണക്ക്. ഇതെന്താ വാട്ടർ? ഈ സൈഡിലുള്ള കേബിള് ഫുള്ള് വാട്ടറാവും. അതുകൊണ്ടാവും അടുത്ത മെയിൻ പ്രശ്നം. ഇത് കൊണ്ടുണ്ടോ? ഒരു കേവ് കിട്ടി എന്നാ തോന്നണേ. ഇതെന്താ വെള്ളാണോ? ആണെങ്കിൽ മൂഞ്ചു. ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ മൈൻ ചെയ്യുമ്പോൾ എഫക്റ്റ്. ഇതൊക്കെ ഞാൻ അപ്പ കാണുള്ളൂ.
ഇതെന്നാ നേരെ അങ്ങനെ അടിക്കാൻ ഇറങ്ങാം. അധികം പണിയൊന്നും ഇല്ലല്ലോ. വയ്യ. നമ്മളൊക്കെ പെമ്മൽ ചെയ്യാനും കൂടി വെള്ളം കൂടി ഇല്ല. അയൺ എങ്ങനെയല്ലോ നമുക്ക് മാക്സിമം ഒപ്പിക്കണം. ഇപ്പൊ ഞാൻ ഫാബ്രിക്കിൽ അടിക്കണം. അതാണ് നമ്മുടെ ഗ്ലോയിങ് ഓർ പറഞ്ഞാൽ മറ്റെന്ത് വർക്കാവാത്ത. അല്ലെ ഇപ്പൊ എവിടുന്നേലും എന്തൊക്കെയാ കിട്ടീന്. ഇത് മറ്റേ ഷെയ്ഡർ ഇടണം. അത് ഇട്ടാ PC കത്തും. അതിനാ റീപ്ലേ മോഡിന് മാത്രമേ ഉപയോഗിക്കാറ്. ടോർച്ചൊക്കെ തിരിച്ചൊട്ടിക്കട്ടെ. അതെങ്കിലേ ഒന്നടിരുന്നോട്ടെ. ഇനിയിപ്പോൾ അത് പോയി പൊട്ടിക്കോട്ടെ. സംഭവം എങ്ങനെയാണ് നമുക്ക് എന്താ നല്ല മടിയുണ്ട്. എന്നാലും നമ്മളത് കാര്യമാക്കണില്ല. നമുക്ക് എന്താ പറയാ മേലെ കയറിയിട്ട് ഞാൻ വല്ല കേവും കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ അതാവും നല്ലേ. സോ ഗൈസ്, അപ്പം നമ്മള് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. ഇത് ഇന്നാളെ എന്നാ കേവ് ആണോ? അതാണ് ഈ കട്ടക്ക് പണിട്ടു. ഇതെന്താ ഷെയ്ഡർ ഇട്ടിട്ട് ഇങ്ങനെ നിർത്തി? ഒരു ഇൻ്റെ കഴിച്ചിനെ ഷെയ്ഡർ നീ ഓഫാകട്ടെ. എന്നാ ഗൈസ്, അപ്പൊ നമ്മളാ നൈസിനെ അടിച്ചു വന്നിട്ട് ടെൻഷൻ ആയതുകൊണ്ടാണ് ഒന്നും ഉണ്ടായത്. ഡാർക്ക് ഇതിനുള്ളിൽ അയണൊന്നും ഇല്ലേ? ഒപ്റ്റിഫൈൻ തന്നെ കളിക്കണം നമുക്ക് തോന്നണ്. സ്പോട്ട് ഇട്ടു. ഇവിടേക്ക് മെല്ലെ അങ്ങനെ ഇറങ്ങാം. അതൊന്നും നല്ലത് നക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നു എന്നറിയപ്പം എന്താട്ടാ വെള്ളം ഒഴിക്കപ്പെടാം. അത് വെള്ളം ഒഴിക്കുമ്പോഴും നമുക്ക് പോവാനും ഇറങ്ങാനും സുഖമാവും. അതായത് എന്താ പറയാ, ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് വഴി വേറെ മേലേക്ക് കയറാനുള്ള. നമുക്കുള്ള ഫസ്റ്റ് ടൈം കിട്ടി. അയ്യോ, ഫസ്റ്റ് ആണ് നമ്മളങ്ങനെ മെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രക്ക് വലിയ എസ്കേപ്പോ? ഞാനും എന്ത് പറ്റി? ഇത് ഇതിലും വർക്കാവുണ്ട്. ഗായ്സ്, ഇത് ഇതിലും വർക്കാവും. ഫാബ്രിക്കില് അപ്പൊ ഫാബ്രിക്കിൽ തന്നെ ഫാബ്രിക്കിലും ഇത് വർക്കാവും. ഞാൻ അപ്പോഴത് അറിയണേ. സോറി. അപ്പോ ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഫർണസ് എടുക്കാൻ മറന്നു. പറയാൻ എന്തെങ്കിലും പൊട്ടത്തരം കാട്ടില്ല. എങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ദുമ്പാടി ഉണ്ട്. ദുമ്പാടി നമുക്ക് എടുക്കാം. ലാസ്റ്റ് ആണോ? യെസ്. അതാ കണ്ടോ, എവിടെ നോക്കിയാലും ഇപ്പൊ നമുക്ക് അടിയാണ്. മരൂല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാവുക. ഇവിടെ സ്കെലിട്ടൻ്റെ ഒച്ചയൊക്കെ ഉണ്ട്. എവിടെയും ഉണ്ടാവും തോന്നുന്നു. ഈ വെള്ളം ഒഴിച്ചത് ഇപ്പൊ കഷ്ടമായല്ലോ. നമുക്ക് ഇങ്ങനെ മെല്ലെ പോയോക്കാം. എങ്ങനെ പോയാലും നമ്മള് വള്ളത്തിന്റെ അടുത്തേക്ക് തന്നെ എത്തുക. പോയോക്കാനും എന്തേലൊക്കെ ഉണ്ട്. അതാ നമ്മള് ചത്തു. ഒരു ഷോട്ട് കൂടി ഇപ്പൊ തന്നെ ചത്തീന്നു. അല്ലേ ഇത് സംഭവം ബോറായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മക്കേ എന്താ മറ്റേ സ്പീഡിലുള്ള ഒരു ടൈം ലാപ്സ് പോയി കണ്ടിടുവാ. നമുക്ക് എങ്ങനെ പോലും സാധനങ്ങൾ തിരിച്ചിട്ടൂലെന്ന് മനസ്സിലായി. കാരണം അത്രക്ക് പണിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ അടുത്തുള്ള വല്ല റിസോഴ്സൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് സെറ്റ് ആവാൻ നോക്കാം. എന്നിട്ട് പോകാം. നേരത്തെ ഒന്നുമില്ലാതെ അങ്ങോട്ട് പോവുകയത് അതാണ് മെയിനായ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ആടെ എന്തായാലും ലഷ് കേവ് ഉണ്ട്. നമ്മളെ ബേസ് ഡെക്കറേറ്റ് ചെയ്യുക. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് നമ്മളെ സ്റ്റോൺ പെട്ടി ഇടാം. സ്റ്റോൺ പെട്ടി പോയിട്ട് 21 കല്ലെടുക്കുക. എന്നിട്ട് കൂളെടുക്കുക. ഈ സ്റ്റിക്കും അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നേരെ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിന് അങ്ങോട്ട് വരിക.
1 2 3 ഈ സാധനം ഉണ്ടാക്കുക. അയ്യോ, ഒരാവശ്യത്തിന് ടോർച്ച് അല്ലെ അധികമാവും. വെറും ആവശ്യത്തിന് ഒരു സ്റ്റാക്ക് 36 ഇത് വെറും ആവശ്യത്തിന് തന്നെ ഉള്ളൂ. അത് വാസ്തവാണ്. അപ്പോൾ നമുക്ക് ഈ 36 ടോർച്ച് നമുക്ക് ലൈറ്റ് വെട്ടിയിൽ അങ്ങനെ എടുത്താക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റാക്കിൽ നമുക്ക് അയ്യോ നൈറ്റായി വേഗം കടന്നുറങ്ങണേ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഷെയ്ഡർ മാറ്റി. ആ ഷെയ്ഡർ ഈ കേവിൽ ഇറങ്ങുമ്പോൾ നല്ല റിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഷെയ്ഡർ മാറ്റിയത്. ഇപ്പം എന്തോ സാധാ ഷെയ്ഡറാണ്. അത് വീഡിയോയിൽ തന്നെ കാണിച്ചു, ആർക്കറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ ഇതൊന്നുകൂടി കേട്ടളാ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ പോണ വയ്ക്ക് ഇവിടെ കുറച്ചായി കണ്ടു. അതാക്കണം. ഇത് നമുക്ക് വേഗം പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു ഇതുണ്ടാകാം, ഷീൽഡ് വേണം അങ്ങനെ പോകാൻ ഇറങ്ങുകയാണെങ്കിൽ. ഇതാ പൊട്ടിക്കോ. 3 കിട്ടി. അതൊരുക്ക ഒരു കോളും ഇത് മതി. നമുക്കൊരു ഷീൽഡും 4 ഒരു പിക്കാക്സും ഉണ്ടാക്കാം. കുഴപ്പമില്ല. അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് മറ്റേത് കിട്ടൂലേ. ഇനിയിപ്പോൾ തിരിച്ച് ബേസ് കൊണ്ടേ അതിനകത്ത് ഈ പരിപാടി ആട്ടാം. നമുക്ക് നേരെ അങ്ങോട്ട് ഓടാം. അതിന് മുന്നേ നമുക്ക് ഇതെടുത്തിട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്ക് കുറച്ച് കല്ല് വേഗം അങ്ങോട്ട് മെയിൻ ചെയ്യാം. പടപടാറുണ്ട്. കുറച്ച് നിറച്ചോ മൊത്തം ടോട്ടൽ 8 എല്ലാം ആവണം. അപ്പത്തിന് ഇപ്പത്തിനാവും. ഇപ്പോൾ 10 അല്ലേ, അത് മതി. ചൂടും ഇല്ല ഇങ്ങനെയാ. ഇപ്പോൾ കുറച്ചായിട്ട് ഭാഗ്യം കൂടുതലാണ്. ഇനി എന്തായാലും നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കാം. പിന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഇനി നമുക്ക് എന്തൊക്കെയാ ഇപ്പം ഞാൻ പറയണേ. ഇനി നമുക്ക് ആ കേവുക്ക് പോവാം. അതാണ് ഇപ്പം പറയാൻ വന്നേ. നമുക്ക് വേഗം ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഒരുക്കാം. അങ്ങോട്ട് ഇറങ്ങണേൻ്റെ എന്തിനാ പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ച് ഇതിപ്പോൾ വന്നേക്ക് ഇതൊക്കെ പെടുന്നോട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ മാത്രം കൊണ്ടുപോകും. അതിൽ 2 കൊണ്ടുപോവാം, ആവശ്യം വരും. മരം വെട്ടി എന്തായാലും വേണം. പിന്നെ ഫുഡ് അതും കൂടി വേണം. അങ്ങോട്ട് തീർന്നു. ഇനിവിടെ നോക്കാം. ചാടി അടിച്ചാ ഡാമേജ് കൂടുന്നത് ശരിയാണോ നോടെയാണോ? എന്താ നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയാം. ഇനി ഒന്നുകൂടി അപ്പൊ ഇതിന് ഷീൽഡ് ഉണ്ടാകാം. ഷീൽഡ് ഫുൾ നമ്മൾ ഓണാക്കി. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് പൊട്ടിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിക്കാം. നമുക്ക് നേരെ ജമ്പ് ചെയ്യാം. നമുക്ക് മെല്ലെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാം. അയ്യോ, മാക്സിമം ഡാമേജ് അടിക്കാതെ ഇറങ്ങട്ടെ. ഈ ഡാമേജ് അടിച്ചിട്ട് ചാവാൻ വയ്യ. സ്കെലിട്ടൻ്റെ 2 ഷോട്ടിന് ചാവും ചെയ്യും. ആ സെറ്റപ്പിൽ നമ്മൾ അവിടേക്ക് എത്തുക. അയ്യോണ് അപ്പം നമ്മൾ ഫുൾ അയം പൊട്ടിച്ചിട്ട് ഒഴുകുന്നു.
സോ ഗൈസ് നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ശാന്തമായ അവസ്ഥയായിട്ടുണ്ട്. ഓ ബേസിക്കുള്ള എല്ലാ മോൺസ്റ്റേഴ്സും അങ്ങോട്ട് കയറി. പിന്നെ നമ്മൾ എന്ത് കേട്ടാനാ. അപ്പം നമുക്ക് ടൂൾസ് പെട്ടിയിലേക്ക് കുറച്ച് പുതിയ ആൾക്കാരെ എത്തിക്കണം. പിന്നെ എവിടെ നമുക്ക് വുഡ് പെട്ടിയിലോട്ട് ഇടാം പുതിയ ആൾക്കാരെ. പിന്നെ നമുക്ക് വെയിറ്റ് പെട്ടിയിലോട്ടും ഉണ്ട് ആൾക്കാർ. ഒരു സ്റ്റേക്ക് 3 കല്ല് പെട്ടിയിലേക്കും ഉണ്ട്. പിന്നെ എത്ര അയണും കിട്ടിയിരിക്കണം. ടോട്ടൽ അയൺ ആർമർ ആവാനുള്ള ഉണ്ട് എന്നാ എൻ്റെ ഒരു ഊഹം. അപ്പോൾ വൈകുന്നേരമായി നമുക്ക് ഫസ്റ്റ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടി. ഹായ് പട്ടിക്കൂടാ, ഇവർക്ക് എന്താ പേരിടേണ്ടതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ അയൺ ആർമർ ആവാണ്ട് അതിനുകൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെ എന്തെങ്കിലും പൊട്ടത്തരം തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. അപ്പോൾ നിർത്താനായി, പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് സ്മെൽറ്റ് ചെയ്യട്ടെ. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. ഒരു പാൻറ് പോയിട്ട് പിക്കാക്സ് ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നോക്കും. പിന്നെ അതിന് മണ്ടേണ്ടി വരും. എന്തൊക്കെ ചെയ്യാം, നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുക. സബ് നമുക്ക് വേണ്ടേ. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഏതൊക്കെ പുതിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. 6 വീഡിയോസ് ഇട്ടുള്ളൂ 1K, 4 വീഡിയോസ് ഇട്ടുള്ളൂ 80K. ഒക്കെ മലയാളികളാണ്. പേര് ഞാൻ പറയില്ല, കാരണം ഓർക്ക് മോശമുണ്ടല്ലോ. എന്നാലും അമ്മക്കൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ആഗ്രഹങ്ങൾ. ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്ക് കഴിയെങ്കിൽ ഒന്ന് സാധിച്ചേ. പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞാ സാധിച്ചു കൊടുക്കണ്ടേ. ഹെൽമെറ്റും ഉണ്ട് നമുക്ക്. ഒരു ഷീൽഡും ഉണ്ടാക്കാം, ഒരു ബൂട്ടും ഉണ്ടാക്കാം. അതാണ് സേഫ്. 5 കൂടി നമുക്ക്. അയ്യോ, ഷീൽഡിന് 6 വേണം. എടുക്കാം. വന്ന സ്ഥിതിക്ക് തുറക്കണ്ടല്ലോ നമ്മള്. പഠിക്കട്ടെ. പിന്നെന്താ, ബൂട്ടും. അങ്ങനെ പോലെ നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടി വേണം. കാരണം ഒരു ഷിയർ ഒപ്പിക്കാണ്ട്. അപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് കിറ്റായി. എന്നാലും ഒരു തുള്ളൂടി കിറ്റാവല്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം, നമുക്ക് ഒരു ചെറിയൊരു കട്ടൗട്ട് കൂടി കാണിക്കാം. 2 മെയിനിന്. പയ്യ എവിടെ പോയി കണ്ടുപിടിക്കാനാണോ. ഇവിടെ ഇങ്ങനെ ഒരു കേവ് ഉണ്ട് ഗൈസ്. എങ്ങനെയോ വന്ന് വീണു. നമ്മള് ഇതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. 2-4 അയം കിട്ടി നമ്മൾ വീടും. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പത്തിന് തന്നു. 4 അല്ല, എന്നാ പിടിച്ചോ 10 കാറുണ്ട്. നമുക്ക് 10 വേണ്ട. ഇതങ്ങോട്ട് മെയിൻ ചെയ്യാ, തിരിച്ചാ കയറുക. വേറെ ഒന്നുമില്ല, വേറൊരു പരിപാടിയില്ല. ഈ വൈന് മാത്രം. ഇതും കൂടി ഇതാക്കി ഇനി നമുക്ക് ബേസിൽ വെച്ചിട്ട് വേണം. നമ്മള് ബേസിലെത്തി. പക്ഷെ 10 നോക്കിയത്. കിട്ടിയത് 9 ആക്ക മതി നമ്മക്കുള്ള. എന്തിനാ അവിടേക്ക് പോയത്? 3 അത് നമ്മളെ ഫർണസിൽ തന്നെ എടുക്കണം. 2 മതിയായിരുന്നു. അപ്പൊ ഷിയറിനുള്ളതും പാടിയായി. ഷിയർ എന്ന് അറിയണതേ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഗ്രാസ് വെക്കാനാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. ഈ എപ്പിസോഡിൽ എന്തായാലും ടൈമില്ല. ജസ്റ്റ് 5 നമ്മൾ തീർക്കും. 5 അപ്പോ ഹെൽമെറ്റ് കൂടി അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാ. ഇടാ. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ഫുൾ അയൺ ആർമറായി. ഇനി ടൂൾസും അവളായുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ നമ്മള് ഫുള്ള് കിറ്റായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.